my dear friends. ഇന്ന് ഞാൻ പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ആൻഡ് യു ഷുഡ് കീപ് ഇൻ യുവർ മൈൻഡ് ഓൾവേസ്. പറയട്ടെ. നമ്പർ 1 is appreciation and appreciating yourself. The next is gratitude. നമ്മളെപ്പോഴും each and everything gratitude വേണം. എന്നാൽ എന്താ നമ്മൾക്ക് പറയാം, ഒരുപാട് മാജിക് നമ്മുടെ ലൈഫിൽ വരുന്നത് കാണാൻ പറ്റും. ദർ ഇസ് എ ലോട്ട് ഓഫ് ഇമ്പോർട്ടൻസ് ഫോർ ഗിവിങ് അപ്രീസിയേഷൻ ഫോർ ourselves. അത് നമ്മളെ സെൽഫ് കോൺഫിഡൻസ് കൂട്ടും. പിന്നെ നമുക്ക് നമ്മളോട് തന്നെ ഉള്ളൊരു സെൽഫ് ലവ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മളെ ഗ്രോത്തിന് തന്നെ അത് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഇമ്പ്രൂവ് ചെയ്യും. അതുപോലെ തന്നെ നമ്മളിൽ ഉണ്ടാവുന്ന ഒരു നെഗറ്റീവ് സെൽഫ് ടോക്ക് ഉണ്ടാവുമല്ലോ, അതൊക്കെ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് നമ്മളിൽ തന്നെ ഒരു എന്താ പറയുക, വിട്ടുകൊടുക്കാതെ മുന്നോട്ട് പോകാനുള്ള ഒരു റെസിലിയൻസ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് വാട്ട് ഐ വുഡ് ലൈക്ക് ടു ടെൽ ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് യു, like who is in the transformation journey, who is in the self healing process. എനിക്കിതേ പറയാനുള്ളൂ, നമ്മളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുക. നമ്മൾ വേറെ ആരും വന്ന് അപ്രീഷിയേറ്റ് ചെയ്യുമോ, വാവ് യു ആർ ഡൂയിങ് ഗ്രേറ്റ് എന്ന് പറയുന്നത് കേൾക്കാൻ നിൽക്കരുത്. കിട്ടുവാണെങ്കിൽ ഓക്കെ, വെൽ ആൻഡ് ഗുഡ്, അത്രേ പറയാനുള്ളൂ, ബോണസിനെ പറയാൻ കഴിയുള്ളൂ. അല്ലാണ്ട് നമ്മളത് ആരെങ്കിലും അപ്രീഷിയേറ്റ് ചെയ്യും അപ്പോൾ അതും കാത്തിരിക്കാമെന്നൊന്നും വിചാരിക്കാനേ പാടില്ല. നമ്മളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുക, എന്നുവെച്ചാൽ നമ്മൾ തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പം തന്നെ മാറ്റങ്ങളുണ്ടാവും. നമ്മൾ നെക്സ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡാണ്. അതായത് ഡെയിലി നമ്മൾക്ക് കിട്ടുന്ന ഓരോ ചെറിയ ചെറിയ മൈന്യൂട്ട് ആസ്പെക്റ്റ് എടുത്ത് നോക്കി, ഓരോന്നും ഈച്ച് ആൻഡ് എവറി മൈന്യൂട്ട് തിങ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ്, അതായത് നന്ദി പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നോക്കിയോ, ഉറപ്പാണ് നമുക്ക് ബ്ലെസ്സിങ്സ് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഈ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നതിൻ്റെ മെയിനായിട്ടുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് നമുക്ക് കിട്ടുന്ന ഓരോരോ എന്താ പറയുക, നല്ല കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ നല്ല നല്ല കാര്യങ്ങൾ, അതിൽ തന്നെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി നമ്മൾ തുടങ്ങും. അല്ലാതെ നമുക്കിനി എന്താണോ ഇല്ലാതെ, അല്ലെങ്കിൽ നമുക്കിനി എന്താണോ വേണ്ടുന്നത് അതൊന്നും ചിന്തിക്കുകയേ വേണം. ഗ്രാറ്റിറ്റ്യൂഡ്, അതായത് നമ്മൾ താങ്ക് യു പറയുമ്പോൾ തന്നെ, അതായത് ഇപ്പം നമ്മുടെ ലൈഫിൽ ഇപ്പം ചുറ്റിലുള്ള ഓരോരുത്തരോടും നമ്മളിങ്ങനെ താങ്ക് യു നമുക്ക് കിട്ടുന്ന ഓരോരോ കാര്യങ്ങൾക്ക്, ഓരോരോ കൊച്ചു സഹായങ്ങൾക്ക് നമ്മൾ താങ്ക് യു പറയുമ്പോൾ നമുക്ക് അവരും നമ്മളും തമ്മിലുള്ള ആ ഒരു ബോണ്ടിന് അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അതായത് നല്ലൊരു കാര്യമാണത്. അത് തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, അത് നല്ല രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാനായിക്കോട്ടെ, അത് വളരെയധികം ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു ഫാക്ടറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ താങ്ക് യു പറയുമ്പോൾ എന്താവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെസ്സ്, ടെൻഷൻ, ആൻസൈറ്റി അതൊക്കെ കുറയും. നമ്മൾ മെൻ്റൽ ഹെൽത്തിന് തന്നെ ഭയങ്കരമായിട്ട് അത് ഹെൽപ്ഫുള്ളായിട്ടുള്ള കാര്യമാണ്. നമ്മൾ എല്ലാ കാര്യത്തിലും ഈച്ച് ആൻഡ് എവറിത്തിങ് നമ്മൾ താങ്ക് യു പറഞ്ഞ് തുടങ്ങണം. എന്നാലേ നമുക്ക് ആ ഒരു മാറ്റം അത് ഫീൽ ചെയ്ത് തന്നെ മനസ്സിലാവുള്ള, പറഞ്ഞു കഴിഞ്ഞ് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. വി ഷുഡ് ഫീൽ ഇറ്റ്. അതുപോലെ തന്നെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമുക്ക് മൈൻഡ്ഫുള്ളായിട്ട്, അതായത് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ എല്ലാത്തിനും നമ്മൾ നന്ദി പറയാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഏകദേശം എന്താണ് ഇപ്പം ഏത് പ്രസൻറ്റ് മൊമെൻറ്റിൽ നമ്മൾ ജീവിക്കാൻ വേണ്ടി തുടങ്ങും. ഭയങ്കര മൈൻഡ്ഫുള്ളാവും. അതായത് ഈച്ച് ആൻഡ് എവറി മൊമെൻറ്റ് നമ്മൾ എൻജോയ് ചെയ്യാനും ആസ്വദിക്കാനും തുടങ്ങും. അത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള കാര്യമാണ്. നമുക്ക് വരുന്ന മാറ്റങ്ങൾ കണ്ട് തന്നെ അറിയണം. ഇറ്റ്സ് റിയലി അമേസിങ്, ഹാവ് ടു സേ. അതുപോലെ തന്നെയാണ് അത് നമ്മളിപ്പം ഓരോ കാര്യത്തിനും നമ്മളിപ്പോൾ ഈച്ച് ആൻഡ് എവറിത്തിങ് നമ്മൾ താങ്ക് യു പറയുമ്പോൾ തന്നെ കിട്ടുന്നതും ഇഷ്ടംപോലെ നമുക്ക് കിട്ടാൻ വേണ്ടി തുടങ്ങും. സോ ഇറ്റ് വിൽ ക്രിയേറ്റ് an abundance in our life. So that is what I would like to share with y'all. Always appreciate yourself and be gratitude to yourselves, and each and everything enjoy in the process, and that is how we grow. I'm so happy, like എൻ്റെ ഒരു ഹീലിംഗ് ജേർണിയിൽ, എൻ്റെ ഒരു സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് ജേർണിയിൽ എനിക്ക് ഓരോ ഡേ കഴിയുന്നതിന്
എനിക്ക് തന്നെ ഭയങ്കര ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഐ റിയലി ഫീൽ വെരി പ്രൗഡ് ഓഫ് മൈ സെൽഫ്. ആൻഡ് ഇത് കാണുന്ന ഏതൊരാൾക്കായാലും എനിക്കൊരു കാര്യം പറയാനുള്ളൂ, ഡോണ്ട് ഗിവ് അപ്പ്. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളായിക്കോട്ടെ, ഫോർ എക്സാമ്പിൾ രാവിലെ എണീക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എക്സസൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ സെൽഫ് കെയർ റൂട്ടീൻ ചെയ്യുന്നത്, അതൊക്കെ വേർത്താണ്. സോ നമ്മളെ തന്നെ ആദ്യം അപ്രീഷിയേറ്റ് ചെയ്യുക, നമ്മളെ ആദ്യം വാല്യൂ ചെയ്യുക, നമുക്ക് വേണ്ടി നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുക, കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ തന്നെ എഫേർട്ട് എടുക്കുക. അപ്പം തന്നെ എല്ലാം തന്നെ തെളിയുന്ന കാണാം. May God bless you all, each and every one of you all abundantly. Stay kush, stay happy, spread positivity and joy everywhere. Thank you.